നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. വ്യാസഭഗവാൻ കാവ്യരൂപത്തിൽ അത് നിബന്ധിച്ചു. അതാണ് മഹാഭാരതം. അത് ഇവരുടെ പിന്തുടർച്ചക്കാരനായിട്ട് വരുന്ന ജനമേജയൻ, അർജുനൻ്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ മകൻ പരീക്ഷിത്ത്, പരീക്ഷിത്തിൻ്റെ മകൻ ജനമേജയൻ. ആ ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിൻ്റെ ആ വേളയിൽ അവിടെ വ്യാസൻ തന്നെ വന്ന് തൻ്റെ ശിഷ്യനെ കൊണ്ട് പാടിക്കുന്നു. അതോടുകൂടിയിട്ട് അത് ലോകം മുഴുവൻ വ്യാപിക്കുന്നു. പിന്നെ വ്യാസശിഷ്യനായ വൈശമ്പായനൻ്റെ പാട്ട് സൂതൻ കേട്ടു പഠിച്ചിട്ട് അത് നൈമിഷാരണ്യത്തിൽ, ഉത്തർപ്രദേശിലാണ് നൈമിഷാരണ്യം, ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗത്ത് നേപ്പാൾ ബോർഡറിൽ, ആ നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷിമാരുടെ ചോദ്യത്തിന് മറുപടിയായി കേൾപ്പിച്ച് അങ്ങനെ അന്ന് തൊട്ട് ഇത് പ്രസിദ്ധമാണ്. അതാണ് നമ്മുടെ കൺമുന്നിലിരിക്കുന്നത്. വ്യാസന്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. വ്യാസൻ നിബന്ധിച്ച ശ്ലോകങ്ങളാണ് നാം കേൾക്കുന്നത്. ഇത് മുഴുവൻ വ്യാസവാണിയാണ്. ഇവിടെ കാലത്തിൻ്റെ അന്തരമില്ലാതായിത്തീരുന്നു. ഇതാണ് കവിത്വത്തിൻ്റെ മഹത്വം. കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ആ അന്തരങ്ങളെ, ദൂരങ്ങളെ അത് മാച്ചുകളയുന്നു, ഒന്നാക്കി തീർക്കുന്നു. നാം വ്യാസന്റെ വാക്ക് കേൾക്കുന്നു, വ്യാസന്റെ ഹൃദയത്തെ അറിയുന്നു. വ്യാസന്റെ മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും എങ്ങനെ സ്പന്ദിച്ചുവോ അതേ പ്രകാരത്തിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും സ്പന്ദിക്കുന്നു. നാം വ്യാസന്റെ പാദങ്ങളിൽ ഒന്നായിത്തീരുന്നു. അങ്ങനെ ഞാൻ ഇതിനെ എല്ലായിടവും എത്തിക്കും. തൻ്റെ ചുമതല എന്തെന്ന് കേൾപ്പിച്ചു. അദ്ദേഹമാണ് സഞ്ജയന് ഈ അനുഗ്രഹം കൊടുത്തത്, ദിവ്യചക്ഷസിൻ്റെ. അതിൻ്റെ പ്രത്യേകതയും വ്യാസൻ തന്നെ പറഞ്ഞു കേൾപ്പിച്ചു. സഞ്ജയന് എല്ലാം അറിയാൻ കഴിയും, സർവജ്ഞനായിരിക്കും, അതുകൊണ്ട് എല്ലാം പറഞ്ഞു കേൾപ്പിക്കും എന്നാണല്ലോ വ്യാസൻ പറഞ്ഞേ. അങ്ങനെയുള്ള സിദ്ധിവിശേഷം സഞ്ജയന് കൊടുത്ത വ്യാസന്റെ സർവജ്ഞത അത് നമ്മെ അത്ഭുതപ്പെടുത്തും. അതാണ് ഈ വ്യാസകാവ്യം ഇത്രയേറെ മധുരിമയോടുകൂടി, ഇത്രയേറെ ആകർഷണീയതയോടുകൂടി ആയിരം ജനങ്ങളെ, കോടാനുകോടി ജനങ്ങളെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് 5000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും നിലനിൽക്കുന്നത്. വ്യാസൻ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും പ്രത്യേകം ശമ്പളം കൊടുത്ത് നിയമിച്ചിട്ടില്ല. പക്ഷേ അത് ഇങ്ങനെ ഗംഗ പോലെ അഖണ്ഡമായിട്ട് അനശ്വരമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വ്യാസൻ പറയാത്തതായിട്ട് യാതൊന്നും തന്നെ ഈ ലോകത്തിലില്ല. യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി തത്കുചിത്. ഇതിനകത്തുള്ളത്, ഈ മഹാഭാരതത്തിനകത്തുള്ളത് മറ്റെല്ലായിടവും കാണാം, പലയിടങ്ങളിലായിട്ട് കാണാം. ഇവിടെ ഒന്നായി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ലോകത്തിൽ പലയിടങ്ങളിലായിട്ട് കാണാം. ഇതിനകത്ത് എന്താണോ ഇല്ലാത്തത് അത് ലോകത്തൊരിടത്തും കാണാൻ പറ്റില്ല. ധർമാർത്ഥ കാമമോക്ഷങ്ങളെക്കുറിച്ചുള്ള സർവ്വകാര്യങ്ങളും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു വ്യാസൻ. അതാണ് ഈ മഹാഭാരതത്തിൻ്റെ മഹത്വം. എന്തുകൊണ്ടെന്നാൽ അത്ര ദിവ്യമായ ചക്ഷുസ്സാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പ്രപഞ്ച ആത്മാവാണ്, പരമാത്മാവാണ്. അതുകൊണ്ട് എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലാം അദ്ദേഹം ആവിഷ്കരിക്കുന്നു. അതുകൂടി യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി തത്കുചിത് എന്ന ഈ മഹാഭാരതത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നതായ ആ വാക്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള അനുരണനമാണ് ഈ ശ്ലോകത്തിൽ, ഈ വാക്യത്തിൽ നാം കേൾക്കുന്നത്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയാണ്, ദിഷ്ടമേ തന്നരവ്യാഘ്ര നാഭിശോചിതുമർഹസി. അല്ലയോ മനുഷ്യശ്രേഷ്ഠ, ഇതെല്ലാം ഈശ്വരകൽപ്പിതമാണെന്നറിഞ്ഞുകൊള്ളുക, നിയതിയുടെ നിർമ്മിതിയാണെന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമേയില്ല. സഞ്ജയൻ ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു വരും, മറ്റുള്ളവർ പുറത്തു വരും.
ആരൊക്കെ പുറത്തു വരും എന്നൊന്നും നിശ്ചയിക്കാനാവില്ല. ഏറിയ പങ്കും പുറത്തു വരില്ല. ആകെ പുറത്തു വന്നത് 10 പേര് മാത്രം, 18 അക്ഷൗഹിണികൾ. ബാക്കി ആരും പുറത്തു വന്നില്ല. പാണ്ഡവപക്ഷത്ത് 7 പേരും കൗരവപക്ഷത്ത് 3 പേരും, 5 പാണ്ഡവന്മാരും കൃഷ്ണനും സാത്വികിയും, അങ്ങനെ 7 പേരാണ് പാണ്ഡവപക്ഷത്ത് അവശേഷിച്ചത്. കൗരവപക്ഷത്ത് അവശേഷിച്ചത് കൃപരും കൃതവർമാവും അശ്വത്ഥാമാവും. ബാക്കി ആരും, ഈ 10 പേരല്ലാതെ ബാക്കി ആരും അവശേഷിച്ചില്ല. കൃപർക്കും കൃതവർമാവിനും അശ്വത്ഥാമാവിനും പാണ്ഡവന്മാരോട് എതിർക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് അവർ ഓടിക്കളഞ്ഞു. അങ്ങനെ കൗരവപക്ഷം സമ്പൂർണ്ണ പരാജയത്തിൽ, ദുര്യോധനന്റെ മൃത്യുവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമ്പൂർണ്ണ പരാജയത്തിൽ. ഇത് മുഴുവൻ വിധിയുടെ നിർണയമാണ്, വിധിയുടെ തീരുമാനമാണ്. അത് ഓർത്തിട്ട് അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമില്ല. നചൈവ ശക്യം സംവ്യന്തും യതോ ധർമ്മസ്തതോ ജയ. ഈ വിധിയുടെ ഈ തീരുമാനത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ആർക്കും തന്നെ ശേഷിയില്ല. ആകെ ഇത്ര മാത്രമേ ഉള്ളൂ. അത് മാറ്റമില്ലാത്തതാണ്. അതങ്ങ് ഓർത്തുകൊള്ളുക. യഥോ ധർമ്മ തത്തോ ജയ. എവിടെയാണോ ധർമ്മം അവിടെ മാത്രമേ ജയമുണ്ടാവുള്ളൂ. ധർമ്മമേ ജയിക്കൂ. ആരാണ് ജയിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ധൃതരാഷ്ട്രനെ കേൾപ്പിച്ചു. എന്തു വെച്ച് കഴിഞ്ഞാൽ അധർമ്മം പരിപൂർണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടും. ഇനിയെങ്കിലും ധൃതരാഷ്ട്രന്റെ മനസ്സിൽ ഒരു പുനഃശ്ചിന്ത ഉണ്ടായെങ്കിൽ, പക്ഷെ എന്നിട്ടും ഉണ്ടാകുന്നില്ല. അത്ര കണ്ട് ദൃഢമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആസുരി സമ്പത്ത്. അദ്ദേഹത്തിന് ദൈവീ സമ്പത്ത് വിദൂരമായി പോലും ഇല്ല. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിന് ചിന്തിക്കാനാകുന്നില്ല. വീണ്ടും ഒരു നിമിഷം കാത്തുനിന്നിട്ട് വ്യാസഭഗവാൻ വീണ്ടും പറഞ്ഞു, ഇഹ യുദ്ധേ മഹാരാജ ഭവിഷ്യതി മഹാൻക്ഷയ. ഈ യുദ്ധത്തിൽ, ഈ കുരുക്ഷേത്രത്തിൽ ഭയങ്കരമായ വിനാശമുണ്ടാകും. കൃത്യമായിട്ടുള്ള പ്രവചനമാണ്. ഭയങ്കരമായ വിനാശമുണ്ടാകും. തതേഹ ച നിമിത്താനി ഭയതാന്യുപലക്ഷയേ. എങ്ങനെ ഇപ്പോൾ പറഞ്ഞു എന്നാണ് അങ്ങയുടെ സംശയമെങ്കിൽ കാരണമുണ്ട്. നിമിത്തങ്ങളിതാ കാണുന്നു. ഈ ലോകം മുഴുവൻ വലിയ വിപത്തിലേക്കാണ് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതായ ഭയങ്കരങ്ങളായ, ഭയത്തെ ഉളവാക്കുന്നതായ നിമിത്തങ്ങൾ. അല്ലയോ മഹാരാജാവേ, ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുന്നു. സേനാഗൃധ്രാശ്ച കാകാശ്ച കങ്കാശ്ച സഹിതാബകൈ സമ്പതന്തി നഗാഗ്രേഷു സമവായാംശ്ച കുർവതേ. വളരെ തീക്ഷ്ണ സ്വഭാവരായിട്ടുള്ള പക്ഷികൾ, കഴുകന്മാര്, പരുന്തുകൾ, കാക്കകൾ, അങ്ങനെയൊക്കെയുള്ള ബഗങ്ങൾ, കൊക്കുകൾ, അങ്ങനെയൊക്കെയുള്ള തീക്ഷ്ണ സ്വഭാവരായുള്ള പക്ഷികൾ കൂട്ടം കൂട്ടമായിട്ട് ഇതാ വന്ന വൃക്ഷങ്ങളുടെ മുകളിൽ അണിയിട്ടിരിക്കുന്നു. അവർ കൂട്ടം കൂട്ടമായിട്ടാണ് അണിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഭയങ്കരമായിട്ട് അവർ ശബ്ദിക്കുന്നു. അവർക്ക് വലിയ ഉത്സാഹമാണ്. അവരെ ഈ കുരുക്ഷേത്രത്തിൽ പടയാളികൾ 2 വശത്തായിട്ട് അണിനിരന്ന് നിൽക്കുമ്പോഴേക്കും അവിടെ സമീപത്തുള്ളതായ വൃക്ഷങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കുന്നു. എന്താ, അല്പനിമിഷത്തിനുള്ളിൽ യുദ്ധമുണ്ടാകും. യുദ്ധമുണ്ടായാൽ ആയിരങ്ങൾ നിമിഷമാത്രം കൊണ്ട് നിലത്ത് വീഴും. നല്ല വിശിഷ്ടമായ ഭക്ഷണം. ആ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവരെല്ലാം സന്തോഷപൂർവ്വമായിട്ട് ശബ്ദമുണ്ടാക്കുന്നു. അവർ വളരെ വേഗത്തിൽ ഈ സൈനിക നിരയ്ക്ക് മുകളിലൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ അവർ പറന്ന് നടക്കുന്നു. വലുതായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ചെന്നായ്ക്കളും കുറുനരികളും അതേപോലുള്ളതായ ഭൂമിയിൽ ഈ ചത്ത ശരീരങ്ങൾ തിന്ന് ജീവിക്കുന്നതായ മൃഗങ്ങൾ, അവയും വന്ന് ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ പതുങ്ങി നിൽക്കുന്നു. അവിടെ നിന്ന് ഓരിയിടുന്നു. അവരും കിട്ടാൻ പോകുന്നതായ ആ വിഭവസമൃദ്ധമായ സദ്യയെ സ്വാഗതം ചെയ്യാനായിട്ട് ശബ്ദങ്ങൾ കൊണ്ട് വലിയ മേളക്കൊഴുപ്പുണ്ടാക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് നമ്മോട് വിളിച്ചു പറയുകയാണ് ഭയങ്കരമായ
വിപത്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഉഭേ പൂർവാപരേ സന്ധ്യേ നിത്യം പശ്യാമി ഭാരത. സന്ധ്യാസമയത്ത് 2 സന്ധ്യകൾ വിശേഷിച്ചും പ്രധാനം 4 ഉണ്ടെങ്കിലും, ഒന്ന് രാവിലെയുള്ള പ്രഭാതസന്ധ്യ, മറ്റേത് പ്രദോഷസന്ധ്യ. ഈ 2 സന്ധ്യാസമയങ്ങളിലും ഞാൻ ദിവസവും ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഉദയാസ്തമനേ സൂര്യം കബന്ധൈ പരിവാരിതം. പ്രഭാതസന്ധ്യയിൽ ഉദിക്കുന്ന സൂര്യൻ, സായം സന്ധ്യയിൽ അസ്തമിക്കുന്ന സൂര്യൻ. പക്ഷേ ആ സൂര്യന് ചുറ്റുമായിട്ട് തലയില്ലാത്തതായ മനുഷ്യ ശരീരങ്ങൾ, കബന്ധങ്ങളാൽ ചുറ്റപ്പെട്ട സൂര്യനെയാണ് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഈ ജീവരാശിക്ക് വലുതായ വിപത്ത് വരാൻ പോകുന്നു എന്ന് അത് എന്നോട് വിളിച്ചു പറയുന്നു. വ്യാസൻ ആ ദുഷ്ടമായ നിമിത്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട്. അനേകം ശ്ലോകങ്ങളിലൂടെ 50-ൽ പരം ശ്ലോകങ്ങൾ കൊണ്ട് ആ നിമിത്തങ്ങളെ മുഴുവൻ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ഈ നിമിത്തങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ഭയങ്കരമായ വിനാശം ഈ ഭൂമിക്കുണ്ടാകും. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അവരുടെ ബന്ധുജനങ്ങൾക്കും. ബന്ധുജനങ്ങളായിട്ട് വീടുകളിലുള്ളത് സ്ത്രീകൾ മാത്രമാണ്, പുരുഷന്മാരെല്ലാം പടക്കളത്തിലാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ബന്ധുജനങ്ങൾക്കും എല്ലാം ഇതിൻ്റെതായ ദുഃഖം അനുഭവിക്കേണ്ടി വരും. മഹാരാജാവേ, അതിൽ പ്രധാനി അങ്ങ് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് വ്യാസഭഗവാൻ അല്പനേരം നിശബ്ദനായി നിന്നു. ഇനിയെങ്കിലും മഹാരാജാവിൻ്റെ മനസ്സിൽ മാറ്റമുണ്ടാകുമോ എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. ആരോടും വിദ്വേഷമില്ലാത്തതുകൊണ്ട്, ആരെയും ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് വ്യാസൻ ഈ ഘട്ടത്തിൽ വന്ന് സംസാരിക്കുന്നത്. അമ്പുകൾ ചീറിപ്പാഞ്ഞു തുടങ്ങിയില്ല, വാളുകളും പരിചകളും ഏറ്റുമുട്ടി തുടങ്ങിയില്ല, ആകാശത്തിലൂടെ ശൂലങ്ങൾ പറന്നു തുടങ്ങിയില്ല, ആനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് ശത്രു സൈനിക നിരകളെ തകർക്കാനായിട്ട് പാഞ്ഞു തുടങ്ങിയില്ല. അതിനുള്ള സമയം ഇതാകാൻ പോകുന്നു. ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും രാജാവ് കൽപ്പിച്ചാൽ ഈ ഭീകരമായ വിപത്തൊഴിവാകും. അതാണ് അദ്ദേഹം രാജാവിനോട് പറഞ്ഞത്. അങ്ങനെ പറയും രാജാവ് എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം. പക്ഷേ രാജാവ് പറയുന്നില്ല. ഏതാനും നിമിഷം രാജാവിൻ്റെ വാക്കുകൾക്ക് വേണ്ടി ശ്രദ്ധിച്ചു നിന്നു. എന്നിട്ട് പുനരേവാബ്രവീദ്വചഃ, വീണ്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അതെന്താ പറഞ്ഞ്? അസംശയം പാർത്ഥിവേന്ദ്ര കാലസംക്ഷിപതേ ജഗത്. അല്ലയോ മഹാരാജാവേ, സംശയത്തിൻ്റെ കാര്യമില്ല. കാലമാണ് ഈ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതോ സൃജതേച പുനർകാലാൻ, സൃജതേച പുനർലോകാൻ നേഹവിദ്യതി ശാശ്വതം. പിന്നെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും കാലം തന്നെ, ലോകത്തെ ലയിപ്പിക്കുന്നതും കാലം. അതിന് പ്രളയം എന്ന് പറയും, പ്രകർഷേണയുള്ള ലയം. ഈ ലോകത്തെ മുഴുവൻ തന്നുള്ളിലേക്ക് ലയിപ്പിക്കുന്നതും കാലമാണ്. സൃജതേജ പുനർലോകാൻ, ലോകങ്ങളെ മുഴുവൻ വീണ്ടും സൃഷ്ടിക്കുന്നതും കാലമാണ്. ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ശാശ്വതമായിട്ട് നിലനിൽപ്പുള്ളതല്ല. എല്ലാം അശാശ്വതമാണ്, എല്ലാം നശ്വരമാണ്. നിരന്തരമായിട്ട് വന്നും പോയും നിൽക്കും. വരുന്നതിനും പോകുന്നതിനും ഇടയ്ക്ക് കുറേ കാലം അവർ ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കും. ഇതെല്ലാം കാലത്തിൻ്റെ നിർമ്മിതിയാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും മാറ്റം സംഭവിക്കാത്തത്.